ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ തുടങ്ങിയാലോ. ആദ്യം തന്നെ ക്യൂട്ടായിട്ടുള്ളൊരു മിനി നോട്ട്ബുക്കാണ് ചെയ്തെടുക്കുന്നത്. പഴയ നോട്ട്ബുക്കിലെ ബാക്കി വന്ന പേജസ് ആണ് മിനി നോട്ട്ബുക്കിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഒന്നിച്ച് വെച്ച് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിനുള്ളിൽ ബുക്കിൻ്റെ പുറം ഭാഗത്തുള്ള ചട്ട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ചാർട്ട് പേപ്പർ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത ശേഷം ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഫെവിക്കോൾ തേച്ച് വെച്ച നോട്ട്ബുക്ക് സെറ്റായിട്ടുണ്ടാവും. അത് ഇതിൻ്റെ അകത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറമെ ഒട്ടിക്കാനായി ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും ഫെവിക്കോൾ വെച്ച് തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായി കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ ബട്ടൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പഴയൊരു ഫയലിൽ നിന്നാണ് ഈ ഒരു ബട്ടൺ ഞാൻ സംഘടിപ്പിച്ചെടുത്തത്. അതും കൂടെ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിനി നോട്ട്ബുക്ക് റെഡിയായി. എനിക്ക് ബാക്ക് ടു സ്കൂൾ സപ്ലൈസിൽ ഈ ഒരു മിനി നോട്ട്ബുക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല ഹോംവർക്കോ അല്ലെങ്കിൽ ടൈം ടേബിളൊക്കെ തരുന്ന സമയത്ത് എഴുതി വെക്കാം എന്നതാണ്. അടുത്തതായി ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് ഒരു പൗച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയ ശേഷം 2 സൈഡും സെലോ ടാപ്പ് വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. മുകളിലത്തെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വാഷി ടേപ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നേരത്തെ നമ്മൾ മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കിയ സമയത്ത് ഉപയോഗിച്ച ബട്ടണാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് കൊടുത്താലും മതി. പിന്നെ കുറച്ച് സ്റ്റിക്കർ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് പൗച്ച് സെറ്റായി. അപ്പോൾ അടുത്തത് ഒരു മെമ്മോ പാഡ് അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ആണ്. അതിന് വേണ്ടി ഒരു A4 ഷീറ്റ് എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു A4 ഷീറ്റിൽ നിന്ന് 8 ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഓരോ കോളത്തിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി ഇൻസ്പയർഡ് ആയിട്ട് വരച്ചതാണ്. പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ ഐഡിയാസ് കിട്ടും. അതിലിഷ്ടപ്പെട്ടത് വരച്ച് കളർ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് അത് വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്ത് നമ്മൾ നേരത്തെ പൗച്ച് ഉണ്ടാക്കിയ പോലെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ടു ഡു ലിസ്റ്റ് എല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതും വാഷി ടേപ്പ് വെച്ച് കവർ ചെയ്ത ശേഷം നേരത്തെ ഉണ്ടാക്കിയ കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പേപ്പർ ക്ലിപ്പിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ കൂടെ ഒട്ടിച്ചു കൊടുത്ത് കുറച്ച് ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. അതും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മെമ്മോ പാഡ് അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് റെഡിയായി. ഇതുപോലെ ഓരോന്നിടത്ത് കാര്യങ്ങളൊക്കെ എഴുതി അവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നെയിം സ്ലിപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയ പോലെ A4 ഷീറ്റ് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു A4 ഷീറ്റിൽ നിന്ന് 8 നെയിം സ്ലിപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ മൊത്തം വാഷി ടേപ്പ് വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോന്നിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫോണിൻ്റെ മേലെ വെച്ച് ട്രേസ് എടുത്താണ് ഇതൊക്കെ ഞാൻ വരച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും വരക്കാം. ഞാനിവിടെ ഈ ഒരു പിക്ചറിലുള്ളതാണ് വരച്ചെടുത്തിട്ടുള്ളത്. അവസാനമായിട്ട് നെയിം, ക്ലാസ്, സബ്ജക്റ്റ് ഇത് 3 കൂടി എഴുതി കൊടുത്ത ശേഷം ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നെയിം സ്ലിപ്പ് റെഡിയായി. ഇനി വാഷി ടേപ്സ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു പേപ്പർ എടുത്ത് കളർ ചെയ്ത ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച നെയിം സ്ലിപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു നെയിം സ്ലിപ്പ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും ക്രാഫ്റ്റ്സിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.